സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ ബ്ലോക്കേഡ് പിൻവലിക്കാൻ ഇസ്രായേലിന് മേലുള്ള ഇൻ്റർനാഷണൽ പ്രഷർ വളരെയേറെ വർദ്ധിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നും പറയുന്നത് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മിലിറ്ററി സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്, ഹമാസിനെ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ ഉള്ള എന്ത് സഹായവും തരാൻ തയ്യാറാണ്, പക്ഷേ ഗാസയിലെ മനുഷ്യർക്ക് ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. മാസ് സ്റ്റാർവേഷൻ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അമേരിക്കയും ഇതേ നിലപാടിനെ അംഗീകരിക്കുന്നവരാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുക എന്നുള്ളത് അതിൽ തന്നെ അവരുടെ ഒരു ലക്ഷ്യമല്ല. 2023 ഒക്ടോബർ 7 അവരുടെ രാജ്യത്ത് കടന്നു കയറി ഹമാസ് നടത്തിയ ഭീകരപ്രവർത്തനങ്ങൾ, വിവരണാതീതമായ ഭീകരപ്രവർത്തനങ്ങൾക്ക് മറുപടിയായി തുടങ്ങിയ ഈ യുദ്ധം, ഇസ്രായേലിന് 2 ലക്ഷ്യങ്ങളാണ് അവർക്ക് മുൻപിലുണ്ടായിരുന്നത്. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഹമാസിനെ പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിലുള്ളത് 58 ബന്ദികളാണ്. ഒരു അമേരിക്കൻ ബന്ദിയെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച വിട്ടതിന് ശേഷം ഉള്ള ബന്ദികളുടെ എണ്ണം 58 പേരാണ്. ഈ ബന്ദികളെ ഒന്നൊഴിയാതെ ജീവനോടെയോ അല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡിയോ റിക്കവർ ചെയ്യുകയും കൂടാതെ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഒരു പ്രഷർ ടാക്ടിക്സ് എന്ന നിലയിൽ ഇസ്രായേൽ ഗാസയ്ക്ക് കംപ്ലീറ്റ് ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹമാസ് ആവട്ടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇടകലർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. 20 ലക്ഷം മനുഷ്യരുണ്ട്. ഈ 20 ലക്ഷം മനുഷ്യരുടെ അത് സൗതേൺ ഗാസയിലേക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നോർത്തേൺ അവരൊരു വാർ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇസ്രായേൽ ഗാസ എന്ന് പറയുന്നത് ഗാസ സ്ട്രിപ്പ് എന്നാണ് അതിന് പറയുന്നത്. നീണ്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. ഒരു 35 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആവറേജ് 10 കിലോമീറ്റർ വീതിയുള്ള ഒരു സ്ട്രിപ്പാണ് ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം ഒരു പകുതിയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക്, സൗതേൺ ഭാഗത്തേക്ക് ഈ 20 ലക്ഷം ആളുകളെയും കൂടി ഇസ്രായേൽ തൂത്തുകൂട്ടിയിരിക്കുകയാണ്. ഇനി തൂത്തുകൂട്ടിയതിനിടയിൽ നിന്ന് ഹമാസിനെ നമ്മൾ തലയിൽ നിന്ന് പേനിനെ പിടിച്ചെടുക്കുന്നത് പോലെ, മുടിക്കിടയിലൂടെ പണ്ട് ആളുകളിങ്ങനെ കുരങ്ങനെ കൊണ്ടൊക്കെ ചകഞ്ഞെടുപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ചകഞ്ഞെടുക്കുന്നത് പോലെ മുടിയിൽ നിന്ന് പേനിനെ പെറുക്കിയെടുക്കുന്ന പോലെ ഹമാസിനെ ഇതിൻ്റെ ഇടയിൽ നിന്ന് പെറുക്കിയെടുത്ത് കൊന്നുകളയുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ ജനങ്ങൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങൾക്ക് ഇവരുടെ പട്ടിണി എന്നുള്ള ഒരു പ്രഷർ സാധാരണ ജനത്തിൻ്റെ മേലെ അപ്ലൈ ചെയ്തുകൊണ്ട് ഹമാസിനെ ഇവരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ഈ ആളുകളുടെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്ന ഹമാസ് ഭീകരരെ വധിക്കുവാൻ വളരെ ഫ്യൂരിയസ് ആയിട്ട് ഇസ്രായേൽ മെയ് 5 ശേഷം ശ്രമിക്കുകയാണ്. കാരണം അത് ഒരു പുതിയ അവരുടെ മന്ത്രിസഭയുടെ ഒരു പുതിയ തീരുമാനം അനുസരിച്ചാണ് ഈ ബ്ലോക്കേഡ് ശക്തമാക്കണം, വാർ ശക്തമാക്കണം, എന്നാൽ മാത്രമേ ഹമാസിനെ കീഴടക്കാനാവുള്ളൂ. അല്പമെങ്കിലും മയം കാണിച്ചാൽ ആ കാണുന്ന ചെറിയ ഗ്യാപ്പിലൂടെ അവർ വളർന്നു വരും. ഒരു ക്യാൻസർ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അതിന് നേരെയുള്ള ഫൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് ഇരട്ടി ശക്തിയിൽ വളർന്നു വരും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഹമാസ് കൂടുതൽ ശക്തിയിൽ വളർന്നു വരുന്നു. അപ്പം അതിശക്തമായ ഫൈറ്റ് വേണം. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിനെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സാധാരണക്കാർ കൂടുതലായി മരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും മരണസംഖ്യ 150 അതിന് മേലെയുമൊക്കെയാണ്. അതിൽ ധാരാളം സാധാരണക്കാർ ഉൾപ്പെട്ടു പോകുന്നുണ്ട്. കാരണം സാധാരണക്കാരെ ചുറ്റും നിർത്തിയിട്ടാണ് ഓരോ ഹമാസ് ഭീകരനും അവരുടെ ഒളിയിടങ്ങൾ നിർമ്മിക്കുന്നതും ആ ഒളിയിടത്തിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നതും. ആക്രമിക്കുന്ന പോയിന്റുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ പോയിന്റുകളുടെ നേരെ പ്രത്യാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിന് ചുറ്റും ആളുകൾ വട്ടം കൂടി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ഈ വട്ടം കൂടി നിൽക്കുന്ന ആളുകളും വധിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ക്രൈം വാസ്തവത്തിൽ മരണങ്ങൾക്ക് നേരെയല്ല, ഇവിടെ ഇപ്പോൾ ഇവാൾവ് ചെയ്തു വരുന്ന പട്ടിണിക്ക് നേരെയാണ്. പൂർണ്ണമായൊരു പട്ടിണിയിലേക്ക് ഗാസ എത്തിയിട്ടില്ല, എന്നാലും ഗാസയിൽ ഭക്ഷണ സാധനങ്ങളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അത് പട്ടിണിയിലേക്ക് നീങ്ങും എന്നുള്ളത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ ഗാസയിലെ ബ്ലോക്കേഡ് ഇസ്രായേൽ ഭാഗികമായി പിൻവലിച്ചു. അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ഓരോരുത്തരും അവരവരുടെ വീട്ടിലിരുന്ന് അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ചാണ് എൻവയോൺമെൻറ്റുകളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും ശരി, നമ്മളുടെ രാജ്യത്ത് നമ്മളിരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റും സംഭവിക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അവർ ഹിറ്റ്ലറിൻ്റെ കീഴിലെ ഗ്യാസ് ചേമ്പറിൽ കടന്നിട്ടുള്ളവരാണ്. 2000 വർഷത്തോളം വീട് നഷ്ടപ്പെട്ട ലോകത്തെമ്പാടും ഉഴറി നടന്നവരാണ്. ലോകത്തിൻ്റെ എല്ലാ മൂലയിൽ നിന്നും അപമാനം വാങ്ങിയെടുത്തിട്ടുള്ളവരാണ്. അങ്ങനെ വളരെ ശ്രമകരമായ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി 100 വർഷം
കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1948 അവർക്ക് സ്വന്തമായൊരു രാജ്യം ലഭിക്കുന്നത്. അപ്പോൾ ആ സ്വന്തമായി ലഭിച്ച രാജ്യം കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ വീട്ടിനുള്ളിൽ അവരുണ്ടാക്കിയെടുത്ത ഭവനത്തിനുള്ളവർക്ക് സമാധാനമായി ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞാൽ അത്രത്തോളം ബോധ്യമാവുകയില്ല. കാരണം ഈ ഒക്ടോബർ 7, 2023 വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഹമാസ് ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഈ പാലസ്തീൻ വിഷയം ഏകദേശം ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പ്രഷറിന് വഴങ്ങി ഇസ്രായേല് കിട്ടിയ ഭൂപ്രദേശം കൊണ്ട് അവരവിടെ ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്താണ് അവരുടെ വേലി പൊളിച്ച് ഈ പഴയ കണക്ക് മുഴുവൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘം ഇസ്രായേൽ രാജ്യത്തേക്ക് ഇടിച്ചു കയറിയത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇടിച്ചു കയറിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്, അത് വാസ്തവത്തിലൊരു അവസരമാക്കി എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഗാസ സ്ട്രിപ്പ് ഒഴിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തിരിച്ചടിച്ചു തുടങ്ങിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ, അവരുടെ സ്ത്രീകളുടെ മാനം രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു വിഭാഗത്തെ തീർത്തും, ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘത്തെ അവസാനത്തെ എണ്ണത്തെ വരെയും കൊന്നു തീർക്കാതെ അവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ ഈ ഹമാസിനെ പാലസ്തീൻ ജനത അല്ലെങ്കിൽ പലസ്തീൻ അറബ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. കാരണം അവിടെ ഗാസയിൽ ഹമാസ് വെറുതെ അധികാരത്തിൽ വന്നതല്ല, അവിടെ അവർക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ ഹമാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ എന്ന നിലയിൽ അതിൻ്റെ ബാക്കി ഭാഗം, അതിൻ്റെ എന്താണോ ഹമാസിന് കിട്ടുന്ന ശിക്ഷ, അതിൻ്റെ ഒരു പങ്ക് ഇവരും വഹിക്കേണ്ടി വരും എന്നുള്ള ഒരു നാച്ചുറൽ ജസ്റ്റിസാണ് ഇസ്രായേലിന് പറയാനുള്ളത്. കാരണം നമുക്കത് മനസ്സിലാവില്ല. ഗ്യാസ് ചേംബറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ജനത്തിൻ്റെ, 2000 വർഷം ചിതറിക്കിടന്ന ജനത്തിൻ്റെ, ഭവനമില്ലാതെ നടന്ന ജനത്തിൻ്റെ, ലോകത്തിലെമ്പാടും ഉഴറി നടന്ന് അപമാനം സഹിച്ച ജനത്തിൻ്റെ അവരുടെ മാനസികാവസ്ഥ പുറത്തുനിന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രഷർ ഇസ്രായേലിന് മേലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇന്നലെ മുതൽ ഗാസ ബ്ലോക്കേഡിൽ അവർ അയവ് വരുത്തിയിട്ടുണ്ട്. അവരെത്രയും വേഗം ആ GHF എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെട്ട ഭക്ഷണ വിതരണ രീതിയിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ്. അത്തരമൊരു ഭക്ഷണ വിതരണ രീതി വരുമ്പം ഹമാസിൻ്റെ കയ്യിൽ ഒരു ഗ്രെയിൻ പോലും, ഒരു ധാന്യം പോലും എത്തിപ്പെടുകയില്ല എന്ന് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ഈ ബ്ലോക്കേഡ് അവർ റിലീസ് ചെയ്താൽ ഈ വരുന്ന ധാന്യങ്ങളിൽ ഭൂരിഭാഗവും ഹമാസ് തട്ടിയെടുക്കുകയും ഒന്നുകിൽ അവർ പണം നേടാൻ വേണ്ടി ഇത് ഉപയോഗിക്കും, ഇല്ലെങ്കിൽ അവരുടെ അണ്ടർഗ്രൗണ്ട് സ്ഥാപനങ്ങൾ അതുകൊണ്ട് എൻറിച്ച് ചെയ്യുകയും പിന്നീട് ദീർഘകാലത്തേക്ക് ഒരു യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എന്നുള്ള വലിയ ഭീഷണിയാണ് ഇസ്രായേലിൻ്റെ മുൻപിൽ ഇപ്പോൾ നിലവിലുള്ളതെന്നും മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഹൂത്തികൾ ഇസ്രായേലിൻ്റെ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്ക് അവരൊരു മിസൈൽ അയച്ചു. അതിന് പകരമായിട്ട് ഇസ്രായേൽ അവിടെ പോയിട്ട് അവരുടെ പ്രധാനപ്പെട്ട എയർപോർട്ട് തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം അവർ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു. അതിന് പകരമായിട്ട് അവരവിടെ ചെന്ന് ഹൊദൈദാഹ്, സാലിഫ് എന്ന് പറയുന്ന അവരുടെ 2 പോർട്ടുകൾ തീർത്തും തകർത്ത് തരിപ്പണമാക്കി. അപ്പം ഇസ്രായേലിൻ്റെ രീതികളെന്ന് പറഞ്ഞാൽ അവർക്ക് ലോങ് റേഞ്ച് മിസൈലുകളൊന്നും ഉപയോഗിച്ചിട്ടല്ല അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവർ അറ്റാക്ക് ചെയ്യുന്നത് ഫൈറ്റർ പ്ലെയിനുകൾ പോയിട്ട് ബോംബ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൂതികളെ സംബന്ധിച്ച് അവരുടെ ഈ ഏതാനും ചില ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണുള്ളത്. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ഭീഷണിയുടെ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. കാരണം ഇസ്രായേൽ അവിടെ പോയി ഏരിയൽ അറ്റാക്ക് നടത്തുമ്പം അതിലൊരു വിമാനമെങ്കിലും വെടിവെച്ചിടാനുള്ള അല്ലെങ്കിൽ മിസൈൽ കൊണ്ട് വീഴ്ത്താനുള്ള സംവിധാനം അവർക്കില്ല. അവർ പോയിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അറ്റാക്ക്, ഈ പറഞ്ഞ ഹൈഫയും സാലിഫ് പോർട്ടുകളൊക്കെ ഒരാഴ്ച മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞാൽ ഞങ്ങളിത് ആക്രമിക്കും, അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നോളണം എന്ന് അറബിക്കിൽ തന്നെ അവിടെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അവർ അവിടെ പരസ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഒഴിഞ്ഞു നിന്നു. അതുകൊണ്ട് ഈ ആക്രമണത്തിലൊന്നും കാര്യമായിട്ടുള്ള ആൾനാശം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പോർട്ടുകൾ തരിപ്പണായി കളഞ്ഞു. അപ്പോൾ ഒരാഴ്ച മുൻപ് ഞങ്ങൾ തകർക്കുമെന്ന് വിവരം കൊടുത്തിട്ട് പോലും അവിടെ ഏരിയൽ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു വിമാനത്തെ പോലും വെടിവെച്ചിടാനുള്ള സംവിധാനം ഹൂതികൾക്കില്ല. എന്ന് പറഞ്ഞാൽ ഹൂതികളുടെ ഡിഫൻസ് വട്ടപൂജയാണ്. അവരുടെ ആകെയുള്ളത് എന്താണ്? ഈ ലോങ് റേഞ്ച് മിസൈലും ആ ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിച്ചുള്ള ഭീഷണിയുമാണ്. പക്ഷേ അത് ചെറിയ കാര്യമല്ല, നമ്മൾ ഓർക്കണം. ഇവർ ബെൻഗൂറിയൻ എയർപോർട്ടിലേക്ക് ഒരു മിസൈൽ അയച്ച് ഒരു മിസൈലിൻ്റെ അടുത്ത് വീണാൽ മതി. അടുത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു രാജ്യവും അങ്ങോട്ട് വിമാനങ്ങൾ അയക്കില്ല. കാരണം തങ്ങളുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വിമാനത്തിൽ ഇവിടെ വിമാനങ്ങൾ അയക്കുന്ന വിമാന കമ്പനികൾ തങ്ങളുടെ വിമാനം ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയന്ന് അവിടേക്ക് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയില്ല. എലീഷ എന്ന് പറയുന്നൊരു പോർട്ടുണ്ട്, റെഡ് സീലുള്ള പോർട്ട്. മറ്റേ ഇസ്രായേലിൻ്റെ കോർണറിൽ റെഡ് സീയിലേക്ക് നിൽക്കുന്ന ആ വാലിൽ അവിടെ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിൽ ഇവർ ആക്രമണം അഴിച്ചു വിടുകയും ആ പോർട്ടിലേക്ക് കപ്പലുകൾ പിന്നീട് വരാതാവുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോർട്ടിനെ സംബന്ധിച്ച് ദറ്റ് ഈസ് ഹൈഫ പോർട്ടിൽ അവർ ഇന്ന് മുതൽ അവർ ആക്രമണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഹൈഫ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും.
ഇവർ ഹൈഫ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകളെ ആക്രമിക്കുകയോ ആക്രമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇങ്ങനെ യാതൊരു അഡ്രസ്സും ഇല്ലാത്തൊരു സംഘടന ആയതുകൊണ്ടും ഇവരെ ആർക്കും ഇവരെ എന്ത് വന്നാലും മരിക്കാൻ തയ്യാറായിട്ടുള്ള കൂട്ടരായതുകൊണ്ടും തിരിച്ചവരെ ഒന്നും ചെയ്യാൻ സാധാരണക്കാരന് പറ്റാത്തതുകൊണ്ടും ഈ ഹൈഫ പോർട്ടിലേക്ക് കപ്പലുകൾ അയക്കാൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഭയപ്പെടും. കാരണം തങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭയം. ഈ ഭയം ക്രിയേറ്റ് ചെയ്ത് ആ ഭയത്തിൻ്റെ ഒരു ഷെയ്ഡിൽ മുതലെടുക്കുക എന്നുള്ളതാണ് ഈ ഹൂതികൾ ചെയ്യുന്ന നിരന്തരമായ പരിപാടി. റെഡ് സീയിലൂടെ പോകുന്ന ഇസ്രായേൽ കപ്പലുകൾ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഒരു കപ്പലായിരിക്കും അവർ ആക്രമിക്കുന്നത്. പക്ഷേ ആ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ തന്നെ ആ വഴിക്ക് പോവണ്ട എന്ന് ബാക്കിയുള്ള കപ്പലുടമകൾ മുഴുവൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ ഒരു റിസ്ക് എടുക്കാൻ ആരും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികൾ ഇതിൻ്റെ പേരിൽ ഇൻഷുറൻസ് തുക ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ അതിലേ പോകുന്ന വിമാനങ്ങൾ, അതിലേ പോകുന്ന കപ്പലുകൾ, ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഇൻഷുറൻസ് തുക അടയ്ക്കേണ്ട സാഹചര്യം വരും. സ്വാഭാവികമായിട്ട് ചാർജസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ ആ ഏരിയ വേണ്ടെന്ന് വയ്ക്കും, അത് ഒഴിവാക്കും. വേറെ എന്തെല്ലാം സ്ഥലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഏരിയ വേണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ കോർണർ ചെയ്യാൻ വേണ്ടി ഇവരിപ്പോൾ ചെയ്തിട്ടുള്ള ഇസ്രായേലിൻ്റെ ഈ പ്രധാനപ്പെട്ട പോർട്ടിനെ ഇവർ ടാർഗറ്റ് ചെയ്യുമെന്ന് പബ്ലിക്കായിട്ട് പറയുകയും അതോടുകൂടി അവിടേക്കുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ തോത് കുറയുകയും ചെയ്യും എന്നുള്ള സംഗതിയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനിയിപ്പം ഹൂതികളുടെ നേരെ കൃത്യമായൊരു ആക്രമണം നടത്താതെ, ഹൂതികളെ തോൽപ്പിക്കാതെ, യമനിൽ നിന്ന് ഹൂതികളെ ഒഴിവാക്കാതെ ഇസ്രായേലിന് ഇനി മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഇനി കൂടുതൽ കേന്ദ്രീകരിക്കാൻ പോകുന്നത് യമനിലേക്കായിരിക്കും എന്ന് വേണം നമുക്ക് വിചാരിക്കാൻ. ഈ യമന് നിശ്ചയമായിട്ടും അവർക്ക് ഫ്യൂവൽ കിട്ടുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നത്, സപ്പോർട്ട് കിട്ടുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പം ഇറാനെ എന്ത് ചെയ്യും എന്നുള്ള വിഷയവുമുണ്ട്. ഇറാൻ ഈ ദിവസങ്ങളിൽ അവരുടെ ന്യൂക്ലിയർ റിസർച്ച് ഉപേക്ഷിക്കാൻ തയ്യാറുള്ളതെന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ന്യൂക്ലിയർ റിസർച്ച് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് ഇറാനിലെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. വളരെ ഉന്നതരായിട്ടുള്ളവരല്ല എങ്കിൽ പോലും ചില നേതാക്കന്മാർ പറയുന്നുണ്ട്. അവിടെയും റൈറ്റ് വിങ്ങും സാധാരണ വിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അമേരിക്കയുടെ ഈ ദിവസങ്ങളിലെ ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരെ ന്യൂക്ലിയർ ചർച്ച കുറച്ചും കൂടി ഒന്ന് തണുപ്പിച്ച് വെച്ചുകൊണ്ട് ഇറാനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രഗിളുകൾ, അവിടെ വലിയ തോതിൽ ഒരു ആഭ്യന്തര കലാപത്തിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ആഭ്യന്തര കലാപത്തെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുത്ത് ഇറാനിലെ ഭരണകൂടത്തെ തെറിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഭാഗത്തേക്കാണ് US-ൻ്റെ ചിന്തകൾ മാറുന്നത് എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ ഈസ് അൺപ്രഡിക്റ്റബിൾ. കാരണം അവർ പതുക്കെ ലോക രാജ്യങ്ങളുടെ മുൻപിൽ കോർണർ ചെയ്യപ്പെടുകയാണ്. അവർക്ക് ഈ ഗാസയിലെ ഈ ഒരു സീജ് ഒഴിവാക്കേണ്ടി വന്നാൽ നിശ്ചയമായും അത് ഹമാസിൻ്റെ പുനരുജ്ജീവനത്തിന് കാരണമാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർക്ക് പട്ടിണി കിടക്കുന്ന ആളുകളാണ് അവരെ നൊമ്പരപ്പെടുന്നത്. ആരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ്. സാധാരണ മനുഷ്യർ, അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഏത് മനുഷ്യനാണ് പട്ടിണി കിടക്കുന്നത് കാണുന്നത് ആർക്കാണെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ അടക്കമുള്ളവർ അതിനെതിരെ പ്രതികരിക്കും. ഇസ്രായേലിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അത് ഹമാസ് അന്തസ്സായിട്ട് മുതലാക്കും. അവർ നിരന്തരമായിട്ട് ചെയ്യുന്ന ഇരവാദം ഉന്നയിക്കുകയും ആ ഇരവാദത്തിൽ നിന്ന് മുതലെടുത്ത് കൊഴുക്കുകയും ആ കൊഴുപ്പ് ഉപയോഗിച്ച് ഭീകരപ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ള ഹമാസിൻ്റെ തന്ത്രം ഈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ അവർ വിജയിപ്പിച്ചെടുക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. ഇസ്രായേലിന് അതിന് വഴങ്ങാൻ നിവൃത്തിയില്ല. അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ പ്രതികരണം ഒരുപക്ഷെ ഇറാന് നേരെയായിരിക്കാം, അല്ലെങ്കിൽ ഹൂതികളുടെ നേരെയായിരിക്കാം. ഏറ്റവും ബെസ്റ്റ് ഇറാന് നേരെയുള്ള പ്രതികരണമാണ്. കാരണം ഇതിൻ്റെ എല്ലാം വേര് അവിടെ തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്.